1965 US-ലെ ഒഹായോയിൽ ജനിച്ച ഇന്ത്യൻ വംശജയായ സുനിത വില്യംസ് ആകാശം അതിരല്ല എന്നും നമ്മുടെ സ്വപ്ന പേടകത്തിലേറി നമുക്ക് ഏതറ്റം വരെയും സഞ്ചരിക്കാമെന്നും മാനസിക ധൈര്യം കൊണ്ട് നമുക്ക് ഏത് ലോകത്തെയും കീഴടക്കാമെന്നും തെളിയിച്ചിരിക്കുന്ന അത്ഭുത കാഴ്ചയ്ക്കാണ് ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. 98-ലെ നാസയുടെ ബഹിരാകാശ ദൗത്യത്തിൽ സുനിത വില്യംസ് എന്ന ഇന്ത്യൻ വംശജ തിരഞ്ഞെടുക്കപ്പെട്ടു. 2000-ൽ നാസയുടെ ഔദ്യോഗിക ബഹിരാകാശ നിലയത്തിൽ 2 വർഷത്തെ പരിശീലനം പൂർത്തിയാക്കി. 2002-ൽ സമുദ്ര അടിത്തട്ടിൻ്റെ ആവാസ വ്യവസ്ഥ പഠിക്കാനുള്ള ഹീമോ പ്രോജക്റ്റിൻ്റെ ഭാഗമായി 18 ദിവസം വെള്ളത്തിനടിയിൽ താമസിച്ചിട്ടുണ്ട്. 2006 ഡിസംബർ 9-ന് ഡിസ്കവറി പേടകത്തിലാണ് സുനിതയുടെ ആദ്യത്തെ ബഹിരാകാശ യാത്ര. ലോക്സ് ഓഫ് ലെവിൻ എന്ന കുട്ടികളുടെ ചാരിറ്റി സംഘടനയ്ക്ക് തൻ്റെ മുടി സംഭാവന നൽകിയ ശേഷമാണ് അവർ അവരുടെ യാത്ര ആരംഭിച്ചത്. 2006 ഡിസംബറിൽ ഡിസ്കവറി ഷട്ടിൽ പേടകത്തിലേറിയാണ് ഇന്ത്യൻ വംശജ സുനിത വില്യംസ് ആദ്യമായി രാജ്യാന്തര ബഹിരാകാശ നിലയത്തെത്തിയത്. ബഹിരാകാശത്ത് ഏറ്റവും അധികം നടന്ന വനിത എന്ന റെക്കോർഡ് സുനിത ആദ്യം സ്വന്തമാക്കിയത് ആ കാലയളവിലാണ്. ഡിസംബർ മുതൽ 3 തവണയായി 22 മണിക്കൂർ 27 മിനിറ്റ് ബഹിരാകാശത്ത് നടന്ന സുനിത US-ലെ തന്നെ കാത്തി കോംപ്ടന്റെ 21 മണിക്കൂർ എന്ന റെക്കോർഡാണ് ഭേദിച്ചത്. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ കാലം സ്പേസ് വാക്ക് നടത്തിയതിൻ്റെ റെക്കോർഡും സുനിതയ്ക്കാണ്. എക്സ്പ്ലോറേഷൻ ഈസ് ക്യൂരിയോസിറ്റി എന്നതാണ് അവരുടെ വാദം. 2012-ലെയും 2024-ലെയും അവരുടെ പിറന്നാൾ അവർ ആഘോഷിച്ചത് ബഹിരാകാശത്ത് തന്നെയായിരുന്നു. ക്രിസ്മസും ലണ്ടൻ ഒളിമ്പിക്സ് കണ്ടതും US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തതും എല്ലാം സുനിത ബഹിരാകാശത്ത് തന്നെ. ആദ്യമായി ബഹിരാകാശത്ത് മാരത്തോൺ പൂർത്തിയാക്കിയ അത്ഭുത വനിതയാണ് സുനിത വില്യംസ്. 2 പ്രാവശ്യം ബഹിരാകാശ നിലയത്തിലെ കമാൻഡറായിട്ടും സുനിത പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ സുനിതയുടെ 3ാമത്തെ യാത്രയായ ഈ യാത്രയ്ക്ക് ഏകദേശം 8 ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ടവർ ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ അകലെ ഏകദേശം കുടുങ്ങിക്കിടന്നത് 8 മാസത്തിലധികമാണ്. അവർ കുടുങ്ങിക്കിടന്ന ബഹിരാകാശ നിലയത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. 8 മാസത്തെ സുനിതയുടെ വീടായ ബഹിരാകാശ നിലയം 6 മുറികളോടുകൂടിയ ഒരു വീട് പോലെയാണ്. 356 അടിയാണ് ബഹിരാകാശ നിലയത്തിൻ്റെ നീളം. ഏകദേശം ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ വലിപ്പം. 4.911 ലക്ഷം ഭാരം. ഒരു വലിയ 2 നില വീടിൻ്റെ വിസ്തീർണം. 7 മുറികൾ, 2 ശുചിമുറികൾ, ജിമ്മ്, ബഹിരാകാശത്തിൻ്റെ 360 ഡിഗ്രി കാഴ്ച നൽകുന്ന കപ്പോള എന്ന ഭീമൻ കണ്ണാടി ജാലകത്തെ ഇവിടെയുണ്ട്. 2 ഭാഗങ്ങളായി നിലയം വിഭജിച്ചിട്ടുണ്ട്. റഷ്യയുടെ ഭാഗവും US-ൻ്റെയും മറ്റ് രാജ്യങ്ങളുടെയും ഭാഗവും. റഷ്യയുടെ ഭാഗത്ത് എഞ്ചിൻ, ഡോക്കിംഗ് കവാടങ്ങൾ, ജീവൻ രക്ഷാ സംവിധാനങ്ങൾ എന്നിവയുമുണ്ട്. സ്ലീപ്പ് കമ്പാർട്ട്മെന്റ്സ് എന്ന ചെറിയ കിടക്കറകളുമുണ്ട്. ഒരു ഫോൺ ബൂത്തിന്റെ വലുപ്പമുള്ള ഈ അറകളിലാണ് യാത്രികർ ഉറങ്ങുക. ഭിത്തിയിൽ ചാരി നിന്നാണ് ഉറക്കം. ഗുരുത്വാകർഷണ ബലം ഇല്ലാത്തതിനാൽ ഈ രീതി ആയാസകരമൊന്നുമല്ല. എയർ വെന്റുകൾക്ക് സമീപം ചാരി വെച്ച രീതിയിലാണ് ഉറങ്ങുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഉച്ഛ്വാസവായുവിലെ കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകാതെ മാരകമായേക്കാം. ശബ്ദവും പ്രകാശവും ഒഴിവാക്കാൻ ഇയർ പ്ലഗ്സും സ്ലിപ്പ് മാസ്കും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഗാലി എന്ന സ്ഥലത്താണ് ഭക്ഷണം തയ്യാറാക്കുക. ചൂടുവെള്ളം കിട്ടുന്ന പൈപ്പ്, ഭക്ഷണം ചൂടാക്കാനുള്ള സംവിധാനം എന്നിവയും ഇവിടെയുണ്ട്. 3ാമത്തെ ബഹിരാകാശ യാത്രയായിരുന്നു ഇത്. ഇതിനായി നാസ തിരഞ്ഞെടുത്തത് 2 സ്വകാര്യ കമ്പനികളെയാണ്, സ്പേസ് എക്സും ബോയിങ്ങും. നാസ അന്തിമമായി തിരഞ്ഞെടുത്തത് ബോയിങ് എന്ന് പറയുന്ന ബോയിങ് സ്റ്റാർലൈനർ എന്ന പേടകത്തിനെയാണ്. ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബുച്ച് വിൽമോറും യാത്ര തിരിച്ചത് ബോയിങ് ക്രൂ ലൈഫ് ടെസ്റ്റർ അഥവാ ബോയിങ് വാണിജ്യ ആവശ്യങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി നാസയുമായി ചേർന്ന് നടത്തിയ 8 ദിവസത്തെ പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ വിക്ഷേപണം, ഡോക്കിംഗ്, റീ എൻട്രി ഘട്ടങ്ങളിൽ ബഹിരാകാശ പേടകത്തിൻ്റെ ഘട്ടങ്ങൾ വിലയിരുത്തുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. ന്യൂ മെക്സിക്കോയിൽ 2024 സെപ്റ്റംബർ 6 ബോയിങ്ങിൻ്റെ സ്റ്റാർലൈൻസ് പേടകം തിരിച്ചെത്തിയപ്പോൾ ഇന്ത്യൻ വംശജയായ സുനിത വില്യംസോ US-കാരൻ ബുച്ച് വിൽമോറോ ബഹിരാകാശത്താക്കി ശൂന്യമായിട്ടാണ് പേടകം തിരിച്ചെത്തിയത്. രാജ്യാന്തര ബഹിരാകാശ നിലയമായ ISS-ലേക്ക് കുതിച്ചുയരുന്ന സ്റ്റാർലൈനറിൻ്റെ മനുഷ്യനെ വഹിച്ചു കൊണ്ടുപോകുന്ന ആദ്യത്തെ പരീക്ഷണമായിരുന്നു ഇത്. 2024 ജൂൺ 5-ന് ഭൂമിയിൽ നിന്നും പുറപ്പെട്ട് 7-ന് നിലയത്തിലെത്തി 13-ന് പുറപ്പെടാനായിരുന്നു തീരുമാനം. എന്നാൽ സ്റ്റാർലൈനറിൻ്റെ ട്രസ്റ്റിൻ്റെ ഉണ്ടായ തകരാർ കാരണം, കീരിയും ചോർച്ചയും കാരണം എല്ലാം മാറ്റിമറിച്ചു. 8 ദിവസത്തെ ദൗത്യത്തിനായി പുറപ്പെട്ടവർ ഭൂമിയിൽ നിന്നും 4 കിലോമീറ്റർ അകലെ തുടങ്ങിയത് ഏകദേശം 8 മാസത്തിലേറെ. ഉലയാത്ത മനസ്സോടെ ജീവിതത്തെ നോക്കിക്കണ്ട അവർ രാജ്യത്തിൻ്റെ സ്വപ്നങ്ങളുടെ കൂടെ ഫീനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്നു വരുന്ന കാഴ്ചയാണ് ലോകമിന്ന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്.